സ്ഥലയിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അസ്ഥികൂടം കണ്ടെത്തി. സ്പോട്ട് 6-ൽ നടത്തിയ പരിശോധനയിലാണ് നിർണായക തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ധർമ്മസ്ഥലയിൽ നിന്ന്. റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നത്തെ പരിശോധനയിലാണ് ചില സുപ്രധാന വിവരങ്ങൾ വരുന്നത്, അല്ലേ? വിജയകുമാർ, നേത്രാവതി പുഴയുടെ കരയിലുള്ള 6ാം സ്പോട്ട്, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന, ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മണ്ണുമാന്തി പരിശോധിക്കുന്ന ഈ സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിൽ 3ാം ദിവസത്തെ തെരച്ചിലിൽ ആദ്യ സ്പോട്ടിൽ നിന്നും അദ്ദേഹം പറഞ്ഞതുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടിയിരിക്കുന്നു. മാത്രമല്ല, അസ്ഥികൂടം തന്നെ ലഭിച്ചിരിക്കുന്നു. പകുതി അസ്ഥികൂടമാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ സ്പോട്ടിൽ ഇന്ന് രാവിലെ പരിശോധന തുടങ്ങിയത് മുതൽ 2 മണിക്കൂറായി ഇവിടെ തന്നെയാണ് പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്പോട്ടിൽ ഇപ്പോൾ പമ്പ് സെറ്റ് പോലും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിശോധന, ഇവിടേക്ക് JCB എത്തിക്കൊണ്ടുള്ള പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ മണ്ണിനടിയിൽ നിന്ന് ഒടുവിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. മണ്ണിലെ രഹസ്യങ്ങൾ ഓരോന്നായി ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വരുന്ന കാഴ്ചകൾ, അതിന്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്പോട്ട് നമ്പർ 6-ൽ നടത്തിയ പരിശോധന, ആ പരിശോധനയിലാണ് ഇപ്പോൾ അസ്ഥികൂടത്തിന്റെ പകുതി ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ശുചീകരണ തൊഴിലാളി ഉറപ്പിച്ചു പറഞ്ഞിരുന്നു, ആവർത്തിച്ചു പറഞ്ഞിരുന്നു, ഞാൻ ഇവിടെ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന്. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള പരിശോധനയിൽ ഒരു ഫലം കണ്ടെത്തിയിരിക്കുന്നു. അവിടെ നിന്നും മണ്ണിനടിയിൽ നിന്നും ഇപ്പോൾ ഒരു മൃതദേഹം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട SIT ഉദ്യോഗസ്ഥരൊക്കെയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. 6ാം സ്പോട്ടിൽ കഴിഞ്ഞ കുറേ നേരമായിട്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഉദ്യോഗസ്ഥർ അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ആ സ്പോട്ട് ഈ കാട് കയറി പുഴയുടെ ഇപ്പുറത്തെ കരയിലായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയുള്ള പരിശോധനയിൽ നിന്നും ഒടുവിൽ ഒരു തുമ്പ് കണ്ടെത്തിയിരിക്കുന്നു. വെറുതെ നടത്തിയ ഒരു മൊഴിയല്ല, അല്ലെങ്കിൽ വെറുതെ വന്ന് പറഞ്ഞ ചില വാക്കുകളല്ല, മറിച്ച് അതിനൊക്കെയും ഒരു സ്ഥിരീകരണം ഉണ്ടാകാൻ പോകുന്നു. ധർമ്മസ്ഥലയിലെ നിഗൂഢതകളിലേക്ക് ആദ്യമായി വെളിച്ചം വീശുന്ന ഒന്ന് മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതും വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 20 വർഷമൊക്കെയും ആയിട്ടുണ്ടാകും അദ്ദേഹം ഈ കൃത്യം ചെയ്തിട്ട് ഇവിടെ നിന്ന് മടങ്ങിയിട്ട്. അപ്പോൾ ആ തരത്തിൽ അന്ന് മുതലേ തുടങ്ങിയ ഈ കുഴിച്ചിടൽ, അതിൽ നിന്നും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ആ അസ്ഥികളിൽ ഒന്ന് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ്.